നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ചന്ദ്രമതിയുടെ പിറന്നാളിന് വലിയ ആള് കളിച്ച് പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കി ശ്രുതി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഗോൾഡ് കവറിങ്ങിന്റെ ഒരു നെക്ലേസ്. പക്ഷെ ചന്ദ്രമതി ആ ഗിഫ്റ്റ് മേടിച്ച് വലിച്ചെറിയുവാണ്. ആ കൂടെ ഒരു കത്തുണ്ടായിരുന്നു, അത് ശ്രുതി വായിക്കുവാണ്. ആ കത്ത് വായിച്ചു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഫ്ലാറ്റ് ആവുന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയായിരുന്നു. അങ്ങനെ ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് എഴുതിയ കത്തായിരുന്നു. കുറെ സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചു കയറ്റിയാണ് കത്ത് എഴുതി വെച്ചിരുന്നത്. ആ കത്ത് ശ്രുതി വായിക്കുമ്പോഴത്തേനും ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, പാവ ശ്രുതി. ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അമ്മേ പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുക പൗഡർ ഏടത്തി. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ നെക്ലേസ് കൊടുത്തിട്ടിരിക്കുന്നത്, ഇത് ഗോൾഡ് കവറിങ് ആണോ സ്വർണ്ണമാണെന്ന് ആര് കണ്ടു? അല്ലെങ്കിലും ശ്രുതി അടുത്തേക്ക് ഇത്ര സ്വർണ്ണമൊക്കെ മേടിക്കാനുള്ള ക്യാഷ് ഉണ്ടോ എന്ന് വർഷയും ചോദിച്ചു. കാരണം വർഷയ്ക്ക് സംശയമാണ് ശ്രുതിയുടെ കാര്യത്തില്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര ഗിഫ്റ്റ് കിട്ടിയതല്ലേ, എന്താണെങ്കിലും അങ്ങനെ വലിച്ചെറിയാൻ പാടില്ലായിരുന്നു പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, രവിയേണ്ണ അറിയത്തില്ലാത്തോണ്ടാ അവൾ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹം എന്താന്ന്, എന്നോടും ചെയ്ത എന്താന്ന്. എത്രമാത്രം അവളെ ഞാൻ കൂടെ കൊണ്ടുവരുന്ന തലയെ കയറ്റി വെച്ചോണ്ടിരുന്ന, എന്നിട്ട് ഒടുവിൽ അവൾ എനിക്കിട്ട് പണി തന്നില്ല എന്ന് ചോദിച്ചു. ചന്ദ്ര അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇപ്പൊ അവൾക്ക് അതിനകത്ത് പശ്ചാത്താപമുണ്ട്. ആ കത്ത് വായിച്ചപ്പോ നിനക്ക് മനസ്സിലായില്ലേ, രവീന്ദ്രനെ എങ്ങനെയെങ്കിലും ശ്രുതിയെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണേ. ശ്രുതി പറഞ്ഞു, അത് ശരിയാമേ, അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അവൾ ആ ചെയ്തു പോയ തെറ്റില്ല. അമ്മേ ഇനിയെങ്കിലും അവളോടൊന്ന് ക്ഷമിച്ചൂടെ, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നുകൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഓഹോ അപ്പൊ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേടാ, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നേ, എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നടാ. അപ്പൊ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, ഞാനൊന്നും അല്ലാതായി തീരണമല്ലേ. അത് പിന്നെ ഞാന് അമ്മേ, അവള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ പിറന്നാളൊക്കെ ഓർത്ത് വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടാലേ, അതും സ്വർണ്ണ നെക്ലേസ് ഒക്കെ. സച്ചി പറഞ്ഞു, മിക്കവാറും അതെ വല്ല സ്റ്റാറ്റസോ പോസ്റ്റോ കണ്ടായിരിക്കും പൗഡർ എടുത്ത് ഇതൊക്കെ അറിഞ്ഞ്, അല്ലാതെ അമ്മയുടെ പിറന്നാളാന്ന് ഒരു കാരണവശാലും ഓർത്തിരിക്കില്ല എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. രേവതിയോട് സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കുക, സച്ചേട്ടനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, എന്തൊക്കെ തന്നെയാണ് സുധി, എന്റെ മനം കവരാനായിട്ട് അവള് പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അതിനകത്തൊന്നും ചന്ദ്ര വീഴില്ല, ഈ ചന്ദ്ര ആരാന്ന് അവൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് ചന്ദ്രമതി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പക്ഷെ ചന്ദ്രമതിയുടെ മനസ്സിലൊരു വിങ്ങലുണ്ടായിരുന്നു, താൻ ചെയ്യുന്ന ശരിയാണോ അല്ലയോ എന്നൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം അവൾ ആത്മാർത്ഥമായിട്ടാണോ എഴുതിയെന്ന് അറിയത്തില്ലല്ലോ. സ്തുതി പോയി ആ നെക്ലേസ് ഒക്കെ എടുത്തു നോക്കി. ഓ ഇത്ര വിലപിടിപ്പുള്ളതൊക്കെ അവള് മേടിച്ചല്ലോ, അത് ഗോൾഡ് കവറിങ് ആന്നുള്ള കാര്യം ശ്രുതിക്കറിയില്ലോ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എടാ നീ അത് കൊണ്ടേ പണയം വെക്കാനൊന്നും ശ്രമിക്കരുത്, നിന്റെ ഭാര്യയല്ലേ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്, മിക്കവാറും ഗോൾഡ് കവറിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുള്ള ചാൻസ് ആദ്യമേ ഉള്ളൂ, അവളുടെ സ്വഭാവം വെച്ച് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, നീ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അത് എടുത്തോണ്ട് മുറിയിലേക്ക് പോയി. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ അടുത്തേക്ക് രേവതി വന്നു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, എന്നാലും ഞാൻ ആലോചിക്കുന്നേ പൗഡർ ഏട്ടത്തിയുടെ പ്ലാനാ. എന്താ സച്ചേട്ടാ? അല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ വെറുതെ അങ്ങോട്ട് കൊടുക്കുവോ? ഒരു കാരണവശാലും ഇല്ല. ഇതിനു മുമ്പ് ഇതുപോലെ പല തരികിട പരിപാടികളും ചെയ്തിട്ടുണ്ട്, അന്ന് നമ്മളതൊക്കെ വിശ്വസിച്ചു. സച്ചേട്ടാ ചിലപ്പോൾ ശ്രുതിക്ക് ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴി തെളിയുവാണെങ്കിൽ രവതി അതിന് കള്ളത്തരത്തിലൂടെ അല്ല കയറണ്ടേ, അറിയാലോ, നേരായി വഴി കൂടെ കയറണം. അങ്ങനെ കയറിയാലോ ശാശ്വതമാവുള്ളൂ, അല്ലാതെ കള്ളത്തരത്തിൽ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശാശ്വതമാവില്ല. നിനക്കറിയാൻ പാടില്ല എന്ന് ചോദിച്ചു. എനിക്കറിയാം, പക്ഷെ എന്നാലും അവരുടെ ജീവിതം തകരുന്ന കാണുമ്പം, കണ്ണുമുന്നിൽ കൂടെ അവരുടെ ജീവിതം തകരുന്ന കാണുമ്പം സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. അതെ, ഉപ്പ് തിരുന്നവൻ വെള്ളം കുടിക്കും, നീ ഒരു ചൊല്ലി കേട്ടിട്ടില്ലേ? എത്ര വട്ടം പൗഡർ എടുത്ത് ഇവിടെയുള്ള എല്ലാരും പറ്റിച്ചു. അമ്മയെ തന്നെ അമ്മ തലയെ കയറ്റി വെച്ചിരിക്കുവായിരുന്നല്ലോ, നല്ല മരുമോളെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു പൗഡർ എടുത്തേക്ക്. ഒടുവിൽ എന്തായി? അമ്മയ്ക്കിട്ട് നല്ല ചവിട്ട് തന്നെ കൊടുത്തില്ലേന്ന് ചോദിച്ചു. ഇപ്പോഴാ അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണേന്ന് പറഞ്ഞു. ആ സമയത്ത് മീര ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്തായി കാര്യങ്ങള്, ഗിഫ്റ്റ് കൊടുത്തോ? ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നീ കൊടുത്ത കത്ത് വായിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിന്റെ അമ്മായിമ്മ വീഴും, അമ്മായിമ്മ തന്നെ വിളിക്കൂന്ന് പറഞ്ഞു. എടി എന്നിട്ട് ഇതിനായിട്ടും വിളിയൊന്നും വന്നില്ലല്ലോ, നീ ക്ഷമയോടെ കാത്തിരിക്കുക, സമയം എടുക്കൂന്ന് പറഞ്ഞു. എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷൻ ആവുന്നുണ്ട്. ഈ പ്ലാനും കൂടെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എടി പ്ലാൻ പൊളിയുന്നതിന്റെ അല്ല, അവരെങ്ങാനും ആ നെക്ലേസ് കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊളിയും എന്നുള്ള കാര്യം ഉറപ്പാ.
പിന്നെ നിന്റെ പോക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഓ ദൈവമേ, അതിനു മുമ്പ് എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു ഒരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി വിളിച്ചു ശ്രുതിയുടെ ഫോണിലേക്ക്. ശ്രുതിയുടെ കോള് കണ്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ, അമ്മയ്ക്ക് എഴുതിയ കത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സങ്കടമായി ശ്രുതി എന്ന് പറഞ്ഞു. അല്ല ശ്രുതി, ഞാനൊരു തെറ്റ് ചെയ്തു. അതിന്റെ പേര് ഞാൻ ക്ഷമയും ചോദിച്ചു. എന്നിട്ടും അവിടെ ആർക്കും എന്നെ കാണത്തില്ലോ. ആന്റി പോലും എന്നോട് ക്ഷമിക്കുന്നില്ലോ. അതെ, ഞാൻ ആന്റീനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊന്നും അല്ല ആ ഗിഫ്റ്റ് കൊടുത്തുവിട്ടെ. ആന്റിയുടെ പിറന്നാളാന്നല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്കത് മനസ്സിലാവും. അല്ല ആന്റി എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. ഇനിയിപ്പോ ശ്രുതിക്ക് വിഷമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ശ്രുതി അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ആ ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ ഇനി വലിച്ചെറിഞ്ഞെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിലോ എന്നൊരു പേടി. അല്ലെങ്കിൽ ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്, ശ്രുതി കൈവിട്ട് പോവോ എന്നൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രേവതി പൂ കൊടുക്കാനായിട്ട് പോവാണ്. പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഹേമയെ കാണുവാണ്. ഹേമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രേവതി വഴി മാറി പോകാൻ തുടങ്ങി. ഇനി അവരുടെ മുന്നിൽ പോയപ്പെട്ട് വെറുതെ എന്തിനാ ഒരു കശവിശ ഉണ്ടാക്കണേന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഹേമ വിടാൻ കൂട്ടാക്കില്ല. ഹേമ വന്നിട്ട് പറഞ്ഞു, ആ ഓർഡർ നിനക്ക് കിട്ടിയെന്ന് ഓർത്ത് നീ സന്തോഷിക്കൊന്നും വേണ്ടേ. എന്താണേലും ആ വർക്ക് നീ ചെയ്യാൻ പോകുന്നില്ല. എന്തേ ഹേമയാ പറയണത്. രേവതി ചോദിച്ചു, ഇപ്പോഴും നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഒരു കുറവില്ലല്ലേ? ആ വർക്ക് എനിക്ക് കിട്ടിയതാ. അത് നല്ല ഭംഗിക്ക് തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ കണ്ടോ, ഇത്രയും നാൾ നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി. ഇതോടുകൂടി നിന്റെ ഡെക്കറേഷൻ വർക്ക് തീരാൻ പോവാടി. ഇത് അവസാനത്തെ ജോലിയായിരിക്കും എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, നമുക്ക് കാണാം. അങ്ങനെ കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് രേവതി പോകുന്നത്. പിന്നീട് രേവതി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ ശരത്തും കൂടെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പൂ കൊടുക്കാനൊക്കെ ആയിട്ട് ദേവു ഉണ്ടായിരുന്നു വീട്ടിൽ. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവുവിന് ഭയങ്കര വിഷമമായി. ആ വിഷമം കണ്ടുവയ്ക്കാൻ രേവതിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രേവതി ദേവുവിനെ ആശ്വസിപ്പിച്ചു, സാരമില്ല, സച്ചേന്റെ മനസ്സൊക്കെ മാറും. മനസ്സ് മാറി നിങ്ങളുടെ കല്യാണം നടത്താം, വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല ചേച്ചി. സച്ചേട്ടനെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സച്ചേട്ടന് ഒട്ടും താല്പര്യമില്ല അരുണേട്ടനെ ഞാൻ വിവാഹം കഴിക്കുന്നതിനോട്. അത് കേട്ടപ്പോൾ രേവതി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സച്ചേട്ടനോട് കുറെ പറഞ്ഞു നോക്കിയതാ, പക്ഷെ സച്ചേട്ടൻ അടുക്കുന്നില്ല. സച്ചേട്ടൻ പറയുന്നേ അരുണിന്റെ സ്വഭാവം നല്ലതല്ലെന്നാ പറയണേ. അതാ എനിക്ക് മനസ്സിലാത്ത ചേച്ചി. അരുണേട്ടൻ നല്ല സ്വഭാവമാണ്, എനിക്കറിയാവുന്ന അരുണേട്ടൻ പാവമാണ്. പക്ഷെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണെന്ന് മാത്രമേ എനിക്ക് അറിയത്തില്ലാത്തുള്ളൂ. ഒരു പക്ഷേ ഈഗോ പ്രശ്നമായിരിക്കും, അതായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കും ദേവു. എനിക്കതല്ലേ ചേച്ചി, അമ്മയാണെങ്കിൽ ഇവിടെ വേറെ കല്യാണം ആലോചിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ധൃതി വെക്കുക. ഇപ്പോഴെന്തായാലും വേറൊരു കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. ചേച്ചിക്കറിയാലോ, ഞാൻ ഇന്ന് വരെ ആരുടെ പിന്നാലെ പോവുക, ആരെ പ്രണയിക്കാൻ പോവുകയും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിലൊരാളുണ്ടാകുന്നത്. ഇനി ഇപ്പം ഈ കല്യാണം കഴിഞ്ഞില്ലേലും കുഴപ്പമില്ല, കഴിച്ചില്ലേലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അരുണേട്ടനല്ലാതെ വേറെ ആരും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും രേവതിയാണ് പെട്ടുപോയത്. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. രേവതിക്കറിയാം ദേവു അങ്ങനെ ഒന്നും പറയുന്ന ആളല്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവുവിൻ്റെ മനസ്സിൽ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സച്ചേട്ടനോട് ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടൊക്കെയാണ് രേവതി വീട്ടിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരും, എങ്ങനെയാണെന്ന് തീരും നമുക്ക് കണ്ടറിയണം. ചിലപ്പം രേവതി പറഞ്ഞ് സച്ചിയുടെ മനസ്സ് മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റിയാലും വീണ്ടും പ്രശ്നങ്ങൾ കാണും. കാരണം അരുണും സച്ചിയും തമ്മിലുള്ള പ്രശ്നം അതൊന്നും പെട്ടെന്ന് അങ്ങനെ തീരുന്ന കാര്യമില്ല. അവർ തമ്മിലുള്ള ആ ഒരു ഈഗോ പ്രശ്നമാണ്. അത് കാരണം ആ കല്യാണം നടക്കാനായിട്ട് കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഒടുവിൽ സച്ചിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.